ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CodeEureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തോ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയാണ് അതിന്റെ പേരിന്റെ മീനിങ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് അതിന്റെ പർപ്പസും. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ജാവ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, നമുക്ക് ആ എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോ സാധാരണ ഒരു ക്ലാസ്, ഇതൊരു സിമ്പിൾ ക്ലാസിന്റെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ക്ലാസ് എ, അതിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ 2 ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്. ഈ ബ്ലോക്കിനകത്ത് ഞാൻ കുറച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോക്കിനകത്തും എന്തെങ്കിലും ഒരു ബോഡി പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു ആവശ്യം വന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാവ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ടോപ്പ് ടു ബോട്ടം ഓർഡറിലാണ്. അപ്പൊ ഇതിന്റെ ജാവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം മെയിൻ ഫംഗ്ഷനിൽ കയറിയിട്ട് ആദ്യം ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ നോർമൽ ഫ്ലോ നടക്കുന്നത്. അപ്പൊ നമുക്കൊരാവശ്യം വന്നു, അതായത് എനിക്ക് ഈ ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി, ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട. അല്ലെങ്കിൽ തിരിച്ച്, എനിക്ക് ഈ സെക്കൻഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി, ഫസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ബ്ലോക്ക് തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഇപ്പൊ നമുക്ക് പ്രോഗ്രാം വർക്ക് ചെയ്യിക്കേണ്ടി വരാം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പർപ്പസ്, അതായത് നമുക്ക് അക്കോർഡിംഗ് ആയിട്ട് ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അതായത് ഒരു ബ്ലോക്ക് എപ്പോ വരെ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് എക്സിക്യൂട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പർപ്പസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ജാവയിൽ 3 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത്തത് സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഇഫ്, അതുപോലെ ഇഫ് എൽസ്, അതുപോലെ ഇഫ് എൽസ് ഇഫ്, പിന്നെ നെസ്റ്റഡ് ഇഫ്. ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അത് കൂടാതെ സ്വിച്ചും ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നതാണ് നമ്മുടെ ഫോർ ലൂപ്പ്, അതുപോലെ വൈൽ ലൂപ്പ്, അതുപോലെ ഡു വൈൽ. ഇതെല്ലാം ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നതാണ്. അതുപോലെ ജമ്പിനകത്ത് വരുന്നതാണ് ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഇത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട്, ഗോ ടു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതും ജംപ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ്. പക്ഷെ അത് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യില്ല. ഇപ്പൊ CPP-ലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഗോ ടു. അപ്പൊ ഗോ ടു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ജാവയിലില്ല. അപ്പൊ ഏതൊക്കെയാണ് 3 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായല്ലോ. സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനകത്ത് ഇഫും ഇഫ് എൽസ്, അതുപോലെ തന്നെ ഇഫ് എൽസ് ഇഫ്, പിന്നെ നെസ്റ്റഡ് ഇഫ്, സ്വിച്ച്, ഇത്രയും വരും. ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഫോർ, വൈല്, ഡു വൈൽ. ജംപ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നതാണ് ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ സിന്റാക്സ് കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇഫ് ആണ്, ഇപ്പൊ സിമ്പിൾ ആദ്യത്തെ ഏതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്, സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത് ആദ്യത്തെ ഇഫ് അല്ലെ. അപ്പൊ നമുക്ക് ഇഫ് നോക്കാം. ഇഫ് അപ്പൊ സാധാരണ എങ്ങനെ എഴുതാം, ഇഫ് നമ്മൾ എഴുതിയിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് ആ ബ്ലോക്കിനകത്ത് നമ്മുടെ കോഡ് എഴുതും. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇഫ് ബ്ലോക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇഫ് ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു. കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, അത് ട്രൂ ആണെങ്കിൽ മാത്രം ആ ബ്ലോക്കിനകത്ത് കയറിയിട്ട് അതിനകത്ത് നമ്മൾ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ഇതിനകത്ത് കയറില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇഫ് ലൂപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എഴുതിയിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിൽ എൻറ്റർ ചെയ്ത് അതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ സെക്കൻഡ് വൺ ഏതാണ്, ഇഫ് എൽസ്. രണ്ടാമത്തെ നോക്കാം, ഇഫ് എൽസ്. ഇഫ് എൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇഫിന്റെ പറഞ്ഞല്ലോ, ഇഫിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, അത് സാറ്റിസ്ഫൈ ആയി ട്രൂ ആയെങ്കിൽ മാത്രം ഇതിനകത്ത് കയറി എക്സിക്യൂട്ട് ചെയ്യും. ഇനി ട്രൂ ആയില്ലെങ്കിലോ നമ്മളിപ്പോ ഒരു എൽസ് ബ്ലോക്ക് കൊടുത്ത, അതായത് എൽസ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. അതായത് ഇഫിനകത്ത് ഞാനൊരു കണ്ടീഷൻ കൊടുത്തു, അത് ഫോൾസ് ആയി, അത് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അത് നേരെ എൽസ് ബ്ലോക്കിൽ വന്നിട്ട് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇഫിനകത്ത് ട്രൂ ആണെങ്കിൽ അത് ഇഫ് ബ്ലോക്കിനകത്ത് കയറും, അപ്പൊ എൽസിൽ കയറില്ല. മനസ്സിലായല്ലോ. 2 ബ്ലോക്കിലൂടെ ഒന്നിച്ച് കയറത്തില്ല,
ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ ഇഫിൽ കയറും, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ എൽസ് ബ്ലോക്കിൽ വന്നിട്ട് ആ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റും ഇഫ് എൽസും മനസ്സിലായല്ലോ. ഇനി എന്താണ് മൂന്നാമത്തത്? ഇഫ് എൽസ് ഇഫ്. ഇത് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അതായത് ഇഫ് എൽസ് ഇഫ് എന്ന് പറയുമ്പോൾ ഇഫ് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്തു, അത് സാറ്റിസ്ഫൈ ആയില്ല. അപ്പൊ എന്താണ്? ഇപ്പൊ മൾട്ടിപ്പിൾ നമുക്കൊരു കണ്ടീഷൻ ചെക്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഇഫ് എൽസ് ഇഫ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ സാധാരണ ഇപ്പൊ ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമ്മൾ എൽസിലോട്ട് പോകും. അപ്പൊ നമുക്കൊരു 4-5 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് വേറൊരു കോഡ്, മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ വേറൊരു ബ്ലോക്ക്. ഇങ്ങനെ പല ചെക്സ് ഉണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് എൽസ് ഇഫ്. ഓക്കെ, അതായത് ഇഫിനകത്ത് ഞാനൊരു കണ്ടീഷൻ കൊടുത്തു, അത് സാറ്റിസ്ഫൈ ആയില്ല, അപ്പൊ എൽസ് ഇഫ് നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, രണ്ടാമത്തെ കണ്ടീഷൻ അതും സാറ്റിസ്ഫൈ ആയില്ല, അപ്പൊ എന്താവും? മൂന്നാമത്തെ എൽസ് ഇഫ് ചെക്ക് ചെയ്യും, അത് സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ ആ ബ്ലോക്കിനകത്ത് കയറും. ഇനി ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു എൽസ് ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പൊ നോർമൽ ആയിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇഫ് ബ്ലോക്കിൽ ചെന്നു, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇവിടെ കയറും, കോഡ് എക്സിക്യൂട്ട് ആവും. പിന്നെ താഴത്തെ ബ്ലോക്ക് ഒന്നും എക്സിക്യൂട്ട് ആവില്ല, ഇതിന്റെ പുറത്തെ ബ്ലോക്കിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ട് എക്സിക്യൂട്ട് ആവും. ഇനി ഇത് സെക്കൻഡ് കേസ് വന്നു, ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല, അപ്പൊ അത് നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, രണ്ടാമത്തെ കണ്ടീഷൻ അതും സാറ്റിസ്ഫൈ ആയില്ല, അത് കഴിയുമ്പോൾ ഇത് ചെക്ക് ചെയ്യും, മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, അപ്പൊ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അതിന്റെ താഴത്തെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അതിൽ പോകും. ഇത് ഈ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഡയറക്റ്റ് എൽസ് ബ്ലോക്കിൽ പോയിട്ട് അവിടെ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ബ്ലോക്കിൽ അത് എൻറ്റർ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്ലോക്കിലും എൻറ്റർ ചെയ്യില്ല. മനസ്സിലായല്ലോ. അതായത് ഇഫിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ താഴത്തെ എല്ലാം സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഈ എൽസ് ഇഫിലാണ് കയറുന്നെങ്കിലും അവിടുത്തെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നേരെ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും താഴെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അതുപോലെ ഇതൊരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ എൽസ് ബ്ലോക്കിൽ പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ. ഇത്രയും പാർട്ട് മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് വൺ ആണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൂട്ടത്തോടെ കിടക്കുന്ന, അങ്ങനെ നെസ്റ്റഡ് എന്ന് നമുക്ക് വേണം പറയാം. നെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫിനകത്തൊരു കണ്ടീഷൻ കൊടുത്തു, അത് സാറ്റിസ്ഫൈ ആവുമ്പോൾ നമ്മൾ ഇഫ് ബ്ലോക്കിൽ കയറുമല്ലോ, ആ കോഡ് ഇഫ് ബ്ലോക്കിൽ കയറും. ഇഫ് ബ്ലോക്കിൽ കയറി കഴിഞ്ഞ് വീണ്ടും ഒരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതായത് ചിലപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കാണും. അതായത് ഇഫ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, അങ്ങനെയാണെങ്കിൽ വേറെ ഒരു കണ്ടീഷൻ ചെക്ക് കൂടെ വേണം, അങ്ങനെയാണെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഇഫ് ബ്ലോക്കിൽ കയറി, രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അതിന്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ആവും. ഇതാണ് നെസ്റ്റഡ് ഇഫ്. മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ നെസ്റ്റഡ് ഇഫ് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, അതായത് ഇതിന്റെ ഇഫ് പാർട്ടിലെ കണ്ടീഷനും കറക്റ്റ് ട്രൂ ആയിട്ട് വരും, അതുപോലെ എൽസിഫിലെ കണ്ടീഷൻ, ഇതിലേതെങ്കിലും ഒരു എൽസിഫിലെ കണ്ടീഷനും ട്രൂ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതെന്ത് പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ എണ്ണത്തിന്റെ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്നാൽ രണ്ടും സാറ്റിസ്ഫൈ ആകുമോ എന്നൊരു ഡൗട്ട് ചോദിക്കാം. ഒരിക്കലും രണ്ടും എൻറ്റർ ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്, അതുപോലെ ഇതും ട്രൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജാവയുടെ എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞു ടോപ്പ് ടു ബോട്ടം ആണെന്നല്ലേ. അപ്പൊ അത് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എവിടെ കണ്ടോ, ഇഫിൽ കണ്ടോ എൽസിഫിൽ കണ്ടോ, അത് ആദ്യം എവിടാണോ കാണുന്നത് ആ പാർട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴത്തെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന്റെ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകും. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ പറഞ്ഞോളെ ഇപ്പൊ ഈ 3 എണ്ണവും ട്രൂ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഇതിപ്പോ ആദ്യം കാണുന്ന എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ എക്സിക്യൂട്ട് ചെയ്യും, താഴത്തെ എല്ലാം അത് സ്കിപ്പ് ചെയ്യും, അതിനകത്ത് എൻട്രി ചെയ്യില്ല. മനസ്സിലായല്ലോ. അപ്പോ ഇത് അതിന്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇഫ് എൽസിഫിനകത്ത്. നെസ്റ്റഡ് ഇഫ് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്? സ്വിച്ച്. സ്വിച്ച് എന്ന് പറയുമ്പോൾ സ്വിച്ച് കേസിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്വിച്ചിനകത്ത് ഏത് വേരിയബിൾ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് പാസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഇന്റിജർ പാസ് ചെയ്യാം, സ്ട്രിങ് പാസ് ചെയ്യാം, ക്യാർ പാസ് ചെയ്യാം, എന്ത് വേണേലും പാസ് ചെയ്യാം. ഇവിടെ ഒരു ഇന്റിജർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എഴുതി കൊടുക്കാം. അപ്പൊ ഇന്റിജർ ഞാൻ കൊടുത്തത് 2 എന്നൊരു ഇന്റിജർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കേസ്
എന്താണോ, കേസിന് ശേഷം എന്താണോ ആ വേരിയബിൾ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്റിജർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം കേസ് 1 ആണെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. അതുപോലെ കേസ് 2 ആണെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇതിലൊന്നും സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നേരെ ഡീഫോൾട്ടിൽ പോയിട്ട് അതിനകത്തെ ബോഡി പാർട്ട് നമ്മൾ എഴുതി കൊടുത്ത എന്താണോ അത് എക്സിക്യൂട്ട് ആയിട്ട് ബ്രേക്ക് ആവും. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ 2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് സ്വിച്ച് 2 വരുന്ന ഏത് കേസാണെന്ന് നോക്കും. അപ്പൊ ഇവിടെ അല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ആവും, എന്നിട്ട് ഇവിടുന്ന് നേരെ ബ്രേക്ക് ആവും, പിന്നെ ഡീഫോൾട്ടിൽ പോവില്ല. മനസ്സിലായല്ലോ? ഇനിയിപ്പൊ 3 ആണ് ഞാൻ കൊടുത്തെങ്കിൽ ഇവിടെ ഇപ്പൊ കേസ് 3 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ട്, അവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ കോഡ് എക്സിക്യൂട്ട് ആവും. ഇനി ഇപ്പൊ 3 വന്നു, 3 എന്ന് പറഞ്ഞ ഒരെണ്ണം ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടില്ല. ഈ കേസിൽ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ 3 എന്നാണ് എന്റെ ടെസ്റ്റ് ചെയ്യേണ്ട വേരിയബിൾ വന്നെങ്കിൽ 1 നോക്കി ഇത് 1 ആണ് 2 ആണ്, 3 ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഡീഫോൾട്ടിൽ പോയിട്ട് ആ കോഡ് എക്സിക്യൂട്ട് ആയിട്ട് അവിടെ നിർത്തിവെക്കും. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, അതായത് സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബാക്കി ഈ 2 ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നുണ്ട്.